വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സോളിനോയിഡ് എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സോളിനോയിഡിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് എ സോളിനോയിഡ്? നമുക്കറിയാം സോളിനോയിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇൻസുലേറ്റഡ് വയർ wound in the shape of a helix അല്ലെ. ഇങ്ങനെ ഹെലിക്കൽ ഷേപ്പിലുള്ള ഇങ്ങനെയുള്ള വയറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെ. നമുക്ക് തന്നെ ഉണ്ടാക്കാം സോളിനോയിഡ്. നമ്മൾ എന്താ മതി, നമ്മളെ കയ്യിലുള്ള വയറിനെ ഇങ്ങനെ ഒരു ഹെലിക്കൽ ഷേപ്പിൽ ഇങ്ങനെ വൗണ്ട് ചെയ്താൽ മതി അല്ലെ. ഓക്കെ, ദാറ്റ് ഈസ് എ സോളിനോയിഡ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡ്രോ ദ പാറ്റേൺ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സോളിനോയിഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമോ സോളിനോയിഡില്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സോളിനോയിഡ് എങ്കിൽ ഈ സോളിനോയിഡിനെ ഞാൻ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യാണ്. സെല്ലുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ സെല്ലിന്റെ സിമ്പിൾ ആണ് കേട്ടോ. അത് ഈ വലിയ ലൈൻ പോസിറ്റീവും ചെറിയ ലൈൻ നെഗറ്റീവുമാണ്. നമുക്കറിയാം ഈ പോസിറ്റീവിൽ നിന്നും എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ചെയ്യും. സ്വാഭാവികമായിട്ടും അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇതാണ് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഈസ്റ്റർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറയുന്നു. മാഗ്നറ്റിക് ഫീൽഡിന് നമുക്ക് ലൈൻസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാം. അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പാറ്റേൺ ഇവിടെ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, സോ നോക്കിക്കോ, ഇതുപോലെയാണ് അല്ലെ. ഇതുപോലെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കൂ, ഇതാണ് നമ്മളുടെ സോളിനോയിഡ് അല്ലെ. സോളിനോയിഡിന്റെ ഉള്ളിൽ നോക്കൂ, ലൈൻസ് ഇതാ ഇതുപോലെ ഇങ്ങനെ പാരലൽ ആയിട്ടാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇവർ ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്താൽ വലിയ പ്രശ്നമാണ്. ഒരിക്കലും നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇത് ടച്ച് പാടില്ല കേട്ടോ. അതുപോലെ തന്നെ നോക്കൂ അല്ലെ, ഇതുപോലെ ഇങ്ങനെ ലൂപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സെന്ററിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. അതിന് കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സെന്ററിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ് ഉണ്ടാകുന്നത്. അതായത് ഒരുപോലെയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പാരലൽ ആയിട്ടുള്ളത്. ഓക്കെ, റെഡി? ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മളുടെ സോളിനോയിഡിന്റെ സൗത്തും നോർത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പഠിച്ചു അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ, അതാണ് ഈ സോളിനോയിഡിനെ നമ്മൾ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് സ്വാഭാവികമായിട്ടും കറണ്ട് ഫ്ലോ ചെയ്യും അല്ലെ. അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതെന്തായി മാറാണ്, ഒരു മാഗ്നറ്റ് പോലെ ആയിട്ട് മാറാണ് അല്ലെ. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ്. സോ സ്വാഭാവികമായിട്ടും അതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും എങ്ങനെ കണ്ടുപിടിക്കുന്നത് നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി. നോക്കൂ, നമുക്കറിയാം ഇതാണ് നമ്മുടെ സെല്ല്. ഈ വലിയ ലൈനാണ് പോസിറ്റീവ്, ഈ ചെറിയ ലൈൻ എന്താണ്, നെഗറ്റീവ് ആണ് അല്ലെ. പോസിറ്റീവിൽ നിന്നാണ് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, എന്താ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്ലോക്ക് അല്ലെ. ഇതിലിങ്ങനെയല്ലേ 12, 1, 2, 3 അല്ലെ. നമ്മുടെ ക്ലോക്കിലെ സൂചി എങ്ങനെയാ, ഇങ്ങനെയല്ലേ കറങ്ങുന്നത്, ഇങ്ങനെ 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 പോകും അല്ലെ. ഇതാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, ഇതാണ് നമ്മുടെ മറ്റൊരു ക്ലോക്ക് 12, 1, 2, 3 അല്ലെ. നമ്മുടെ ഇങ്ങനെയാണ് പോകുന്നത്. നോക്കൂ, നമ്മളെ ക്ലോക്കിന്റെ ഓപ്പോസിറ്റ് അല്ലെ. ഇതിനെയാണ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മളുടെ ഈ ഒരു സോളിനോയിഡിലൂടെ അല്ലെ, സോളിനോയിഡ് ഏകദേശം ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു സോളിനോയിഡിലൂടെ ഈ അറ്റത്ത് ക്ലോക്ക് വൈസിലാണ് പോകുന്നതെങ്കിൽ ആ അറ്റം സൗത്ത് പോൾ ആയിരിക്കും. ഓക്കെ, ഇവിടെ സൗത്ത് പോൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് നോർത്ത് പോൾ. അത് പിന്നെ പ്രത്യേകിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നും അല്ലേ, ഒരു സൈഡ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അല്ലെ, കറണ്ട് ക്ലോക്ക് വൈസ് ആണെങ്കിൽ സൗത്ത് പോൾ ആണ്. കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോൾ ആണ്. അപ്പൊ എപ്പോഴും കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സോളിനോയിഡിന്റെ കേസിൽ. എന്തുകൊണ്ടാണ് സോളിനോയിഡ് ഇത്ര ഇമ്പോർട്ടന്റ് ആയെന്ന് ചോദിച്ചാൽ ഇതാണ് അതിന്റെ കാരണം ദ പാറ്റേൺ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഈസ് സിമിലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബാർ മാഗ്നറ്റ്. അതായത് സോളിനോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ആ പാറ്റേൺ ഈസ് സിമിലർ ടു എന്ത്, ഒരു ബാർ മാഗ്നറ്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് സിമിലർ ആണ് കേട്ടോ. ഇതുപോലെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. ഇതുപോലെ സിമിലർ ആണെന്നാ പറയുന്നത് അല്ലെ. ഏകദേശം സിമിലർ അല്ലേ, നോക്കൂ, സെയിം പോലെ തന്നെ അല്ലേ, ആണല്ലേ, ആണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലിസ്റ്റ് 3
ഡിഫറൻസസ് ബിറ്റ്വീൻ ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ്. സോളിനോയിഡും ബാർ മാഗ്നറ്റും തമ്മിലുള്ള ഏതെങ്കിലും 3 ഡിഫറൻസുകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ സോളിനോയിഡ് അല്ലേ, ഇതാണ് നമ്മുടെ സോളിനോയിഡ്. ഇതിൽ എന്തുണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. ലൈൻസിന്റെ ഡയറക്ഷൻ ദാ ഇങ്ങനെ, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇവര് ടച്ച് ചെയ്യാൻ പാടില്ല. ടച്ച് ചെയ്ത് വലിയ പ്രശ്നമാണ് അതൊക്കെ. ഇതുപോലെ അല്ലേ, ഇതുപോലെയാണ് നമ്മുടെ ലൈൻസിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇത് നമ്മളുടെ ബാർ മാഗ്നറ്റ് ആണെങ്കിലോ ഇതാ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് അല്ലേ. ഇതുപോലെയൊക്കെ തന്നെയാണ്. നോക്കൂ, എല്ലാത്തിൻ്റെ സംഭവമൊക്കെ സെയിം ആണ്. ഓക്കെ, ഇത് നോർത്ത് പോളും ഇത് സൗത്ത് പോളാണ്. ഓക്കെ, എവറിത്തിങ് ഇസ് നൈസ്. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, ലിസ്റ്റ് എനി 3 ഡിഫറൻസസ്, 3 വ്യത്യാസങ്ങൾ എഴുതാനാണ്. നമുക്ക് ഇഷ്ടം പോലെ എഴുതി കൊടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ് അല്ലെ. അതായത് അതിനുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ ഉണ്ടാക്കുമ്പോഴുള്ള അതിന്റെ ശക്തിയെ അതിനെപ്പോഴും ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയാണോ? അല്ല. ഇതിന്റെ ശക്തി അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് സ്ട്രെങ്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഞാന് ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരു 5 വോൾട്ട് ബാറ്ററിയുമായിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. 5 വോൾട്ടാണ് ഇതിന്റെ വോൾട്ടേജ് എന്ന് വിചാരിച്ചോളൂ, ഈ സെല്ലിന്റെ വോൾട്ടേജ്. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അതിനനുസരിച്ചുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റും ഉണ്ടാകും. ഓക്കെ, ഇനി 5 വോൾട്ടിന് പകരം ഞാൻ ഒരു 50 വോൾട്ടുള്ള ഒരു സെല്ലുമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൂടെയുള്ള കറണ്ട് കൂടും. കറണ്ട് കൂടുമ്പോൾ നല്ല ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടും. അപ്പൊ സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എവിടെ? സോളിനോയിഡിൽ. ഇവിടെയോ ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലെ. സ്ട്രെങ്ത് ഇസ് ഫിക്സ്ഡ് ആണ് അല്ലെ. അവിടെ സ്ട്രെങ്ത് എന്താണ്? ഫിക്സ്ഡ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യമുണ്ട്, ഇതിന്റെ പൊളാരിറ്റി നമുക്ക് മാറ്റാൻ പറ്റും. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ, കറണ്ട് ക്ലോക്ക് വൈസ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ സൗത്ത് പോൾ ആണ്. ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോൾ ആണ് അല്ലെ. അപ്പോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ സെല്ലിനെ അങ്ങോട്ട് തിരിച്ചു കണക്ട് ചെയ്യണം. അതായത് ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആക്കണം. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇതിന്റെ രണ്ടിന്റെയും പോൾസ് മാറും അല്ലെ, കാരണം ഡയറക്ഷൻ മാറി. അപ്പൊ നമുക്ക് ഈ സോളിനോയിഡിന്റെ പൊളാരിറ്റി നമ്മൾ അതിന് പറയാം കേട്ടോ. നോർത്തും സൗത്തിനൊക്കെ പോൾസ് എന്നാ പറയാം. അപ്പൊ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും? ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഫിക്സ്ഡ് അല്ലെ. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, സോളിനോയിഡും അതുപോലെ തന്നെ നമ്മുടെ ബാർ മാഗ്നറ്റും ഇവിടെയുണ്ട്. ദ മാഗ്നറ്റിസം ഈസ് പെർമനന്റ്, ദ മാഗ്നറ്റിസം ഈസ് ടെമ്പററി. പിന്നെ നോക്കൂ, ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാം. ഇനി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, 3 ഫാക്ടേഴ്സ് ഓൺ വിച്ച് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സോളിനോയിഡ് ഡിപ്പെൻഡ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ സോളിനോയിഡ് അല്ലെ. സോളിനോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. ഇല്ലേ, ഈ ഒരു ഷേപ്പ് എപ്പോഴും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതായത് ഇതുപോലെയുള്ള ഷേപ്പാണ് അല്ലെ. ഓക്കെ, സെറ്റ്. ചോദ്യം ഇതാണ്, ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ അതിന്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഇതിൽ കൊടുക്കുന്ന കറണ്ടിനനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തിൽ മാറ്റം വരും അല്ലെ. കറണ്ടിനനുസരിച്ചിട്ട് സ്ട്രെങ്ത്തിൽ എന്ത് വരും? മാറ്റം വരും എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ കറണ്ട് ഒരു ഫാക്ടറാണ്. കറണ്ട് കൂടിയാൽ സ്ട്രെങ്ത് കൂടും. ഇനി അതുപോലെ തന്നെയുള്ള മറ്റൊരു ഫാക്ടറാണ്, നോക്കൂ, ഇപ്പൊ എന്റെ കയ്യിലൊരു സോളിനോയിഡ് ഉണ്ട് അല്ലെ. ഇതില് ഞാനൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്താൽ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ കൂടുതലായിരിക്കും ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള ടേൺസുകളുള്ള, അതായത് ഇതിലുള്ള ചുറ്റുകളുടെ എണ്ണം കൂടിയാൽ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് ടേൺസ് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് ടേൺസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ അവിടെയുള്ള സ്ട്രെങ്ത് ഒന്നും കൂടെ കൂടും. എന്ത് കൂടും? സ്ട്രെങ്ത് ഒന്നും കൂടെ കൂടും. അപ്പൊ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ, നമുക്ക് ഒരു സോഫ്റ്റ് അയണോ ഇരുമ്പിന്റെ പീസോ എന്തെങ്കിലുമൊക്കെ അവിടെ കൊടുക്കുക കേട്ടോ. അപ്പൊ സോഫ്റ്റ് അയണോ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, സെറ്റാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? പ്രസൻസ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെ. 3 എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് 3 എഴുതാൻ പറ്റി. ഓക്കെ, സെറ്റാണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നോക്കണം. ഫോർ ദ കറന്റ് ക്യാരിങ് സോളിനോയിഡ് ആസ് ഷോൺ, ഡ്രോ a magnetic field lines and give reason to explain that out of 3 points. നമുക്ക് 3 points ഉണ്ട്, A, B, C. Okay, at which point the field strength is maximum and which point the field strength is minimum എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
ABC അങ്ങനെ 3 പോയിന്റുകൾ ഉണ്ട്. ഇതിൽ ഏത് പോയിന്റിലാണ് ഫീൽഡിന്റെ സ്ട്രെങ്ത് മാക്സിമം ആൻഡ് ഏതിലാണ് ഫീൽഡ് സ്ട്രെങ്ത് മിനിമം ആയിട്ടുള്ളത്? നമുക്കറിയോ? പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഓടും അല്ലെ? ഇത് കണ്ട് മനസ്സിലായോ? നോക്കൂ, ഇതുപോലെയാണ് ആക്ച്വലി അല്ലെ സ്ട്രെങ്ത് വരിക. നോക്കണേ, ഇതാ ഫീൽഡ് ലൈൻസ് ആർ ലൈക്ക് ദിസ് അല്ലെ. ലൈൻസ് നമ്മളുടെ സെന്ററിൽ ഇതാ ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കും അല്ലെ. ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഒരു ലൂപ്പ് ഇട്ട് പഠിച്ചാൽ മതിട്ട്. ഒരുപാട് നിങ്ങൾ ഇതുപോലെയൊക്കെ ബാർ മാഗ്നറ്റിന്റെ പോലെ തന്നെ അല്ലെ. ബാർ മാഗ്നറ്റ് നമുക്കറിയാം, അത് കുറച്ചുകൂടെ ഈസിയാണ്. നമുക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ സെന്ററിലുള്ള ഭാഗം നമ്മൾ വരച്ചു കൊടുക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് അല്ലെ. പക്ഷെ ഇവിടെ നിങ്ങൾ വരക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ജോയിൻ ആവാൻ കാരണമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ആ രീതിയിൽ പഠിച്ചാൽ മതി കേട്ടോ. അങ്ങനെ 2 എണ്ണം വരക്കേണ്ട ആവശ്യമില്ല, 1 ഇട്ട് വരച്ചാലും മതി, മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? നമ്മളുടെ സോളിനോയിഡിന്റെ ഉള്ളിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സോളിനോയിഡിന്റെ ഉള്ളിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ലൈക്ക് ദിസ്. പാരലൽ ആണ്. പാരലൽ എന്ന് പറഞ്ഞാൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അവിടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഏയിലാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് വളരെ കൂടുതൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി, ലൈൻസ് എവിടെയാണ് കൂടുതലുള്ളത് അവിടെയാണ് ഫീൽഡ് കൂടുതൽ ഉണ്ടാവട്ടെ, സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാവുക. ലൈൻസ് കൂടുതലുള്ളത് എയിലാണ്. അപ്പൊ എയിലാണ് മാക്സിമം സ്ട്രെങ്ത് ഉള്ളത്. പിന്നെ പലരും വിചാരിക്കും ബി ആകര അടുത്തത് അല്ലേ. അങ്ങനെയൊന്നുമല്ല. നോക്കണേ, ഏറ്റവും കുറവ് എവിടെയാ നോക്കണേ? ബിയിലാണോ സിയിലാണോ? ബിയിൽ നോക്കൂ. ബിയില് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ടോ? ഇല്ല, അത് 0 ആണ് അല്ലെ. ഇല്ല അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇല്ല. നോക്കൂ, അവിടെ ലൈൻസ് ഉണ്ടോ? ഇല്ല. അവിടെ ബിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് 0 കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ പാറ്റേൺ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് എ കറന്റ് ക്യാരിങ് സോളിനോയിഡ് ഈസ്. ഇതും നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിൽ ABCD 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, എക്സാം നമ്മുടെ മുന്നിൽ അടുത്തെത്തി കഴിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് ഫിസിക്സിൽ ഒരു പ്രശ്നവും പാടില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സോൾവ് ആക്കിയിട്ട് വേണം എക്സാമിന് പോകാന്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഫിസിക്സിനൊക്കെ, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഏതെങ്കിലും ചാപ്റ്ററിൽ ടോപ്പിക് വൈസിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. നമുക്കും ഒരു സീരീസ് പോലെയൊക്കെ ഫിസിക്സിലും സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.